അത് സ്വീകരിക്കുവാനാണല്ലോ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം, അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയൊന്നുമല്ല, നിങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. തങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടു. അതുപോലെ തന്നെ തങ്ങൾ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനമാണ്, പ്രസ്താവനയാണ്. ഈ വക വിഷയം കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കെണിയിൽ വീഴരുത്, സമാധാനപരമായി പോകണം എന്നുള്ളതാണ് ഉദ്ദേശം. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് എതിരാളികളുടെ ഉദ്ദേശം? വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്, ഭിന്നിപ്പുണ്ടാക്കാനുള്ള ക്യാമ്പയിനാണ്. ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെ മനസ്സിലാകാതെ പോകുന്നത് ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കൈകളിലേക്കാണ് ഇത് കൊണ്ടുവന്നെത്തിക്കാൻ ശ്രമിക്കുന്നത്. വെള്ളത്തിന് തീപിടിപ്പിക്കാൻ വേണ്ടി തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്ന ഒരു കാലത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ്. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വിശ്വാസികളുടെ രാമരാജ്യമല്ല RSSന്റെ രാമരാജ്യം എന്നറിയാത്തവരല്ല ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ്. പക്ഷേ ലീഗിനെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പൊതുവേദിയിലെ പ്രസംഗം. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം എങ്ങനെ ലീഗ് അണികൾ ഉൾക്കൊള്ളുമെന്നതാണ് ഉയരുന്ന വിഷയം. രാമക്ഷേത്രവും ഇനി അവിടെ ഉയരാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച മാതൃകകളായി നിലകൊള്ളുമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാദം. അദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത സ്ഥിതിയിലേക്ക് ലീഗും കോൺഗ്രസും എത്തി നിൽക്കുന്ന സവിശേഷ സാഹചര്യം കൂടി എത്തിയിരിക്കുകയാണ്. ഗ്യാൻവാബിയും മധുരയും കാശിയുമെല്ലാം ഹിന്ദുത്വ ആക്രമണോത്സുകതയുടെ ബിംബങ്ങളായി നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും ലീഗിന്റെ നിലപാട് ഇതുതന്നെയാകുമോ? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി VPP മുസ്തഫ, INL പ്രതിനിധി NK അബ്ദുൽ അസീസ്, കോൺഗ്രസ് പ്രതിനിധി KP നൌഷാദ് അലി. ആദ്യം ശ്രീ VPP മുസ്തഫയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, ഒരുപക്ഷെ ഒരു വലിയ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ എന്ന് ഒരുപക്ഷെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഇന്ത്യയിലെ 20 കോടി വരുന്ന മുസ്ലിം ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടിട്ടാണോ ഇത്തരത്തിൽ ഒരു പരാമർശം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് എന്നതാണ് സംശയകരം. നോക്കൂ, നമുക്കറിയാം ഗുജറാത്ത് വംശഹത്യ, അതിനെ തുടർന്ന് ഇന്നലെ വരെ ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അത് മറന്നുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ക്ഷേമം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ കഴിയുമോ? ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഈ നിലപാടുകളിൽ എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങളില്ല. നമുക്കെന്തെങ്കിലും ഒരു അത്ഭുതമോ കാര്യങ്ങളോ ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനം നോക്കിയാൽ, പുതിയ കാലത്ത് മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനം നോക്കിയാൽ അത് നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. പാണക്കാട് തങ്ങൾ കുടുംബവും അതിലെ അംഗങ്ങളും മതാചാര്യന്മാർ എന്നുള്ള നിലയിൽ സർവ്വത ആദരണീയരാണ്. ആ നിലയിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തിൻ്റെ പിതാവ് പൂക്കോയ തങ്ങളും ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളുമെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആദരിക്കപ്പെടേണ്ടവരാണ്. ആ നിലയിൽ ബഹുമാനമുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിൽ ജനുവരി 24-ാം തീയതി മഞ്ചേരിക്കടുത്തുള്ള മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വേദിയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സാദിഖ് അലി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ നിലപാട് അത്യന്തം അപകടകരമാണ്.
എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത്? നിങ്ങൾ RSSനെ ആകെ ഹിന്ദു മതത്തിന്റെ വക്താക്കളാക്കി മാറ്റിയോ? ഇവിടെ സംഭവിച്ചിരിക്കുന്നതല്ലേ. അയോധ്യയിലെ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ ആവശ്യമായിരുന്നോ? അത് 1980-കളിൽ RSSന്റെ നേതൃത്വത്തിൽ BJP അണിനിരന്ന് സംഘപരിവാരം ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ആവശ്യമല്ലേ? അല്ലാതെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളാകെ ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യമാണ്. അവരുടെ വിശ്വാസപരമായ ആവശ്യമായിരുന്നോ പള്ളി പൊളിച്ച് രാമജന്മഭൂമി, അതാണ് അവിടെ രാമക്ഷേത്രം പണിയണമെന്നുള്ളത്? അങ്ങനെയായിരുന്നെങ്കിൽ ഏത് കാലത്തെ അത് വരണമായിരുന്നു. 500 കൊല്ലം മുമ്പ് അവിടെ ഈ ബാബർ ഇത് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഈ നൂറ്റാണ്ടുകളിലെല്ലാം അയോധ്യയിലെ ഹിന്ദു സമൂഹം ആ പള്ളിക്കെതിരായിട്ട് രംഗത്ത് വരേണ്ടിയിരുന്നില്ലേ? അവരാരും രംഗത്ത് വന്നിട്ടില്ലല്ലോ. എത്രയോ കാലം അത് ധീരമായിട്ട് നിലനിന്നില്ലേ? അപ്പൊ ഈ പ്രസ്താവനയിലെ ഏറ്റവും അപകടകരമായ വശം എന്താ? അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷം ജനതയുടെ ആവശ്യമാണ് ഈ രാമക്ഷേത്രം എന്നാണ്. അല്ല, അവിടെ തന്നെ പെശകിയില്ലേ. RSSന്റെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു ഇത്. അങ്ങനെ RSSകാരാണ് നിരോധനം ലംഘിച്ച്, കോടതി വിധികൾ ലംഘിച്ച് 92 ഡിസംബർ 6-ന് അന്നത്തെ നരസിംഹറാവുവിന്റെ കോൺഗ്രസ് ഭരണത്തിന്റെ ഒത്താശയോടുകൂടി ഇത് പൊളിച്ചത്, ഈ പള്ളി പൊളിച്ചത്. അങ്ങനെ പള്ളി പൊളിച്ചിടത്ത് ബലാത്കാരമായിട്ട് ഉയർത്തിക്കെട്ടിയതാണ്. അങ്ങനെ ഒന്നിനെ എങ്ങനെയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയുടെ വിശ്വാസ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുക? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ നിലപാട് തന്നെ RSSനെ ഇന്ത്യയിലെ ഹിന്ദു ജനതയുടെ പ്രസ്ഥാനമായിട്ട്, അവരുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്ന പോലെയല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം തന്നെ രാഷ്ട്രീയമായി പെശകാണ്. അത് കാണാൻ തയ്യാറാവണ്ടേ? അത് ആ നിലയിൽ തന്നെ തിരുത്താൻ തയ്യാറാകണ്ടേ? അതിനു പകരം ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ നേതാക്കളും അതുപോലെ തന്നെ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം പറയുന്നത് ആ പ്രസ്താവനയിൽ യാതൊരു പെശകുമില്ല എന്നാണ്. ആ പ്രസ്താവനയിൽ യാതൊരു പെശകുമില്ലെങ്കിൽ നെഹ്റുവിനെ തള്ളിപ്പറയലല്ലേ അത്? 1948 ഡിസംബർ മാസത്തിലെ ഒരു പുലരിയിൽ, ഒരു സുബഹിക്ക്, അന്ന് വരെ മുസ്ലിം പള്ളിയായിരുന്ന ബാബരി മസ്ജിദിനകത്ത് രാംലീല വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച നിലപാടെന്താ? ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് പോലെ, അയ്യോ അത് രാമജന്മഭൂമിയാണ്, അത് പണ്ടേ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുക്കൂ, അവിടെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന നിർത്തിയിട്ട് ആ പള്ളി ഹിന്ദുക്കൾക്ക് കൊടുക്കൂ എന്നാണോ കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രി, നമ്മുടെ ദേശീയ നേതാവ് ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈക്കൊണ്ടിരുന്ന നിലപാട്? അന്നത്തെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായ ഗോവിന്ദ വല്ലഭ പന്തിനോട് നെഹ്റു നൽകിയ നിർദ്ദേശം അതെടുത്ത് സരയൂ നദിയിൽ എറിയൂ, അതല്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ അപകടമുണ്ടാക്കുമെന്നല്ലേ? അപ്പൊ നെഹ്റു എടുത്ത ഇത് RSSന്റെ പദ്ധതിയാണ്, ജനസംഘത്തിന്റെ പദ്ധതിയായിരുന്നു വന്നത്, ഹിന്ദു മഹാസഭയുടെ പദ്ധതിയായിരുന്നു വന്നത്. അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പാടില്ല എന്ന് സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു എടുത്ത നിലപാടിനെ തള്ളിപ്പറയുകയല്ലേ സാദിഖ് അലി തങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്? അപ്പൊ നെഹ്റുവിന്റെ നിലപാടിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് രാജ്യത്തെ നീതിപീഠം, ഇപ്പൊ അദ്ദേഹം ഈ പ്രസംഗത്തിൽ നീലിമ പറഞ്ഞത് കോടതി വിധിച്ചു, കോടതി വിധിച്ചത് കൊണ്ട് ക്ഷേത്രം പണിയാം. ഇപ്പൊ എന്താ സുപ്രീം കോടതി വിധിയോടൊക്കെ അഭിമാനം? ഇത് തന്നെയല്ലേ 2019 ഇതുപോലെ ഒരു സുപ്രീം കോടതി വിധിയല്ലേ ശബരിമല വിഷയത്തിൽ ഉണ്ടായത്? അന്ന് എന്താ മുസ്ലിം ലീഗ് എടുത്ത നിലപാട്? മലപ്പുറത്തുൾപ്പെടെ RSSകാരുടെ വർഗീയ ജാഥക്ക്, സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ജാഥക്ക് നാരങ്ങ വെള്ളം കൊടുക്കാനും സർബത്ത് കൊടുക്കാനും ഇറങ്ങിയവരായിരുന്നില്ലേ? അന്നത്തെ സുപ്രീം കോടതി വിധി മാനിക്കണ്ടേ? സുപ്രീം കോടതിയല്ലേ ശബരിമല വിഷയത്തിലെ ശബരിമലയിലെ സ്ത്രീ പ്രശ്നത്തിൽ വിധി പറഞ്ഞത്? അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയല്ലേ കേരളത്തിലെ ഗവൺമെന്റിനുണ്ടായിരുന്നത്? ഇപ്പൊ പറയുകയാണ് ഈ രാമജൻ ഏതാ നിലുമ? ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ KP നൗഷാദ് അലി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KP നൗഷാദ് അലി, VPP മുസ്തഫ പറഞ്ഞ് അവസാനിപ്പിച്ച പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നെഹ്റു മുന്നോട്ട് വെച്ച കൃത്യമായ അഭിപ്രായം എന്ന് പറയുന്നത് ഈ രാംലല്ല വിഗ്രഹം സരയൂ നദിയിൽ ഒഴുക്കിക്കളയാനായിരുന്നു. അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ RSS ആകെ ഹിന്ദു മതത്തിൻ്റെ വക്താവായി മാറുന്നത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നുണ്ടാകുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരുന്നു. തങ്ങളുടെ പരാമർശം ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം VD സതീശനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതേ നിലപാടുമായി മുന്നോട്ട് വരികയാണ്. തീ അണയ്ക്കാനാണ് സാദിഖ് അലി തങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ്. പക്ഷേ
ഈ തീ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ മതേതര ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഈ തീ, ഈ ഹൈന്ദവ വർഗീയത, അത് എന്തുകൊണ്ട് കാണാതെ കോൺഗ്രസ് പോകുന്നു എന്ന ഒരു ചോദ്യമാണ് VPP മുസ്തഫ മുന്നോട്ട് വെച്ചത്. ഇവിടെ പാണക്കാട് തങ്ങളുടെ പ്രസ്താവന അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സമീപിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബാബരി മസ്ജിദ് തകർത്ത സംഭവത്തിൽ 1-ാം പ്രതിക്ക് ഇന്ന് ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ മുഴുവൻ മുഖ്യധാര BJP നേതാക്കളും ബാബരി ധ്വംസനത്തെ തള്ളിപ്പറയുകയും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പൊതുബോധം ഇന്ത്യയിൽ അന്ന് രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം ഇപ്പൊ ഗോഡ്സെ വരെ ദിവ്യനായി ചിത്രീകരിച്ചുകൊണ്ട് വലിയ ഉന്നത സർവകലാശാല അധ്യാപികമാർ വരെ രംഗത്ത് വന്നിട്ടും അവർക്കൊന്നും അക്കാദമികമായി സംഭവിക്കാത്ത ചുറ്റുപാടിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പം ബാബരി മസ്ജിദിന്റെ തകർച്ചയും അതിന്റെ ദുഃഖവും വ്യസനവും ഒക്കെ ഉൾക്കൊള്ളാതെയാണ് സാദിഖ് അലി തങ്ങളൊക്കെ ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ശുദ്ധ ഭോഷ്കാണ്. അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. RSSന് ഇവിടുത്തെ ഹിന്ദുമത സമൂഹത്തെ തീരെഴുതുന്ന ഒരു നിലപാട് RSSകാരല്ലാത്ത ഒരു മനുഷ്യനും എടുക്കാൻ സാധിക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ പ്രാദേശിക രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി അത്തരത്തിൽ ആ പ്രസ്താവനയെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു മതേതര ഫാബ്രിക്കിനെ ചേർന്നതല്ല എന്നുള്ള നിലപാടാണ് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെയും മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഒക്കെ നിലനിൽപ്പിന്റെ വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് ഈ വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയം ഇങ്ങനെ അതികായനെ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ചില നിലപാടുകളൊക്കെ കാലോചിതമായിട്ട് കൃത്യമായിട്ട് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാത്ത വിധം ചേർത്ത് പിടിക്കാൻ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം. നമ്മുടെ നെഹ്റു സരയൂ നദിയിലേക്ക് വിഗ്രഹം എറിയാൻ പറഞ്ഞൊരു കാലഘട്ടമല്ല ഇന്നുള്ളത്. ഈ കാലഘട്ടം വിഷലിപ്തമായ പ്രചരണങ്ങളാൽ നിഷ്കളങ്ക മനസ്സുകൾ പോലും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ നരേറ്റീവ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ ബോധ്യം അതെല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കിടയിലും വേണം. സാദിഖ് അലി തങ്ങളെ പോലെ ഒരാളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രാഷ്ട്രീയ നേട്ടങ്ങൾ കിട്ടുമായിരിക്കും. അതിന് തുനിയുന്നത് ആശാസ്യമല്ല എന്നാണ് എന്റെ ഒന്നാമത്തെ പറച്ചില്, അല്ലെങ്കിൽ എന്റെ വാദം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ബാബരി മസ്ജിദ് തകർത്ത വേളയിൽ സാദിഖ് അലി തങ്ങളുടെ ജ്യേഷ്ഠനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഈ സംസ്ഥാനത്തെ മുസ്ലിങ്ങളോട് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനാനുപാതികമായി അവരെ ക്രമീകരിച്ചു നിർത്താൻ വലിയ യത്നം നടത്തുകയും ചെയ്ത അവസരത്തിൽ ഒരുപാട് ആളുകൾ, ഞാനിപ്പോഴും മാധുരിയുടെ പ്രസംഗമൊക്കെ ഓർക്കുന്നു, ഞങ്ങളെയൊക്കെ സംയമനത്തിന്റെ താരാട്ടുപാടി തൊട്ടിൽ മയക്കിക്കിടത്തുറക്കിയ പാണക്കാട്ട് തങ്ങളെ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഒരുപാട് പേര് അതിനെ വലിയ തോതിൽ വിമർശിച്ചിരുന്നു. അതിന്റെ പേരിലുണ്ടായ പാർട്ടിയാണ് INL. ആ INLനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചാണ് CPM മുന്നോട്ട് പോകുന്നത്. അതൊക്കെ ഒരു രാഷ്ട്രീയം. പക്ഷേ CPMനകത്ത് തന്നെയുള്ള അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിൽക്കാലത്ത് അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം അന്നത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ സാദിഖ് അലി തങ്ങളുടെ ഈ പ്രസ്താവനയും ചിലപ്പോ ചില വശങ്ങളിലൂടെ മാത്രം നോക്കുമ്പോൾ കൈക്കുമെങ്കിലും ആത്യന്തികമായിട്ട് മുസ്ലിം സമൂഹത്തിന്, മതേതര സമൂഹത്തിന്, ജനാധിപത്യ മനസ്സുകൾക്കൊക്കെ അതൊരു ആശ്വാസദായകമായിട്ട് വരും എന്ന് തന്നെയാണ് എന്റെ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. അപ്പൊ നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം കണ്ടുകൊണ്ട് ആ വിഷയത്തെ സമീപിക്കുന്നത് നല്ലതല്ല. അതിനൊരു ദുഷ്ടലാക്കോട് കൂടി സമീപിക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. അങ്ങ് പറഞ്ഞു ഈ കോണ്ടെക്സ്റ്റ് നോക്കിക്കൊണ്ടാണ് ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് എന്ന്. ഈ ഒരു പശ്ചാത്തലം എന്തായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? കൃത്യമായ ഒരു രാഷ്ട്രീയ പൊതുവേദിയിലാണ് ലീഗ് അണികളെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് രാമക്ഷേത്ര വിഷയത്തിൽ നിങ്ങൾ പ്രതിഷേധിക്കരുത് എന്ന്. ഈ ആർജവം മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുന്നതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാടെടുക്കാൻ കഴിയുക. ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ നിലപാടിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ ശിഹാബ് തങ്ങളുടെ
പ്രസ്താവനയുടെ സാരസ്യവും സന്ദർഭവും, അതാണ് ഞാൻ കോണ്ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്, അത് നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം. അതിന്റെ ഒരു വരുംവരായികകളും അതിന്റെ നിലവിലുള്ള ചുറ്റുപാടും അവസ്ഥയും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഒരുപക്ഷെ ഒരു 25 കൊല്ലം മുമ്പോ 50 കൊല്ലം മുമ്പോ ഒക്കെ ഉണ്ടാക്കിയ നരേറ്റീവുകൾ വിലപ്പോകാത്ത തരത്തിൽ നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ വർഗീയ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നിലപാടുകൾ കൗശലപൂർവവും ബുദ്ധിപരവുമായിട്ട് പ്ലേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ നിലപാട് മാറ്റമുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കൾ പോലും അത് വിശ്വസിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു നെറേറ്റീവ്, അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണൽ ഹാർമണിയെയും ഫാബ്രിക്കിനെയൊക്കെ നിലനിർത്താൻ ഉതകുന്ന രൂപത്തിൽ അവർ ആ വിഷയത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് ഞാൻ ശരി. ഒരു മതേതര സങ്കല്പത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ പ്രത്യക്ഷമായി വലിയ പ്രശ്നമില്ല എന്ന് തോന്നാം. പക്ഷേ പിന്നീടുള്ള വരികൾ നോക്കുമ്പോഴാണ് ഇതിലെ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. INL പ്രതിനിധി NK അബ്ദുൽ അസീസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ NK അബ്ദുൽ അസീസ്, സാദിഖ് അലി തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം വേണ്ട എന്നാണ് ഇപ്പോൾ KP നൗഷാദ് അലി നമ്മോടൊപ്പം സംസാരിച്ചുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ കാലത്തെക്കാളും അങ്ങേയറ്റം അപകടകരമായ ഒരു മതേതര ഫാബ്രിക്കിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ. അന്നത്തെ കാലത്തെ യുക്തി വെച്ചുകൊണ്ട് ഇക്കാലത്തെ അളക്കരുത് എന്ന് KP നൗഷാദ് അലി പറയുമ്പോൾ ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഭീഷണികളെ ചെറുതാക്കി കാണുകയല്ലേ കോൺഗ്രസ്? തീർച്ചയായിട്ടും നീലിമ, ഇതിനകത്ത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു പ്രസ്താവന, ആ പ്രസ്താവനയിലെ ഒരുപാട് ഭാഗങ്ങൾ വിശദമായി വിമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം. ശ്രീരാമക്ഷേത്രവും ബാബരി മസ്ജിദും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല, ശ്രീരാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നിർമ്മിക്കപ്പെട്ടു പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. രാമക്ഷേത്രം മതേതരത്വത്തെ സംരക്ഷിക്കും. ഏതു രാമക്ഷേത്രം? ബാബരി മസ്ജിദ് തകർത്തടത്ത് അന്യായമായി കയ്യേറിയ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വളരെ വേദനയോടുകൂടി മാത്രം ഓർക്കുന്ന രാമക്ഷേത്രം, അത് ഇന്ത്യയിലെ മതേതരത്വത്തെ സംരക്ഷിക്കും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിന് തൊട്ടു മുമ്പ് പറഞ്ഞ മറ്റൊരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മോഹൻ ഭഗവത് എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം RSSന്റെ സർസംഘ് ചാലകാണ്. RSSന്റെ സർസംഘ് ചാലകന് രാമക്ഷേത്രം ഇന്ത്യയിലെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്ന് പറയാൻ കഴിയുന്ന അതേ സാഹചര്യം, അതേ ലാഘവത്തോടുകൂടി അതേ വാചകം എടുത്തുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും രാമക്ഷേത്രം ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്ന് പറയാൻ കഴിയുമെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ശ്രീ KP നൗഷാദ് അലിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും വിശദീകരിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ RSSും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ഒരേ വാചകം ഉപയോഗിക്കുന്നു, ഒരേ ആശയം പ്രചരിപ്പിക്കുന്നു. ഇത് ഏത് സമുദായത്തിൻ്റെ താല്പര്യമാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് മുസ്ലിം ലീഗ് വിശദമാക്കേണ്ടതുണ്ട്. ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല. നേരത്തെ KP നൗഷാദ് അലി പറഞ്ഞല്ലോ മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന്. തീർച്ചയായും ശരിയാണത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതൽ ഇന്നുവരെ ലീഗിൻ്റെ നിലപാടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് നൗഷാദ് അലി പറഞ്ഞത്. 90കളുടെ കാലഘട്ടം മുതൽ നമുക്ക് ഇങ്ങോട്ടെടുത്ത് പരിശോധിക്കാം. 92-ൽ ബാബരി മസ്ജിദ് തകരുന്ന കാലത്ത് ബാബരി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട് അന്ന് നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസിനാണ് പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് മുസ്ലിം ലീഗിലെ മുൻനിര നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെല്ലാവരും പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ നിരപേക്ഷ കക്ഷികളും പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കാൻ ലീഗിൻ്റെ അന്നത്തെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള അക്കാലത്തെ നേതാക്കന്മാരും തയ്യാറായില്ല. അവരന്ന് പറഞ്ഞത്, അന്നു മുതൽ ഇന്നു വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ സമാധാനമുണ്ടാക്കിയത് ശിഹാബ് തങ്ങളുടെ അന്നത്തെ ഇടപെടലാണ് എന്നാണ്. അവർ പറയുന്നു കേരളം കത്താതിരുന്നത് അന്ന് ശിഹാബ് തങ്ങൾ നിലപാടെടുത്തത് കൊണ്ടാണ് എന്നാണ്. എന്നാൽ കേരളം ഏത് കാലത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കത്തിയിട്ടുള്ളത്? ഒരിക്കലും കത്തിയിട്ടില്ല.
കേരളത്തിലെ ജനത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതേതര വിശ്വാസികളായ ജനതയാണ് കേരളത്തിലേത്. ബാബരി പള്ളി പൊളിച്ചതിൻ്റെ അന്നു മുതൽ അവർ തീയും എടുത്തുകൊണ്ട് എന്തെങ്കിലും ക്ഷേത്രം കത്തിക്കാനോ ഹൈന്ദവ സഹോദരന്മാരുടെ ഭവനം കത്തിക്കാനോ പോയിട്ടുണ്ടോ? ആ പോയപ്പോഴാണോ തങ്ങൾ പറഞ്ഞത് പോകരുതെന്ന്? അല്ലല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ബോധപൂർവമായ ശ്രമം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും അവരെ അനുകൂലിക്കുന്ന ചില ആളുകളുടെ ഭാഗത്തുനിന്നും അന്നു മുതലേ ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ബാബരിയുടെ തകർച്ചയിൽ വലിയ വേദന പ്രകടിപ്പിക്കുകയും നരസിംഹറാവുവിനെതിരായി കുറ്റപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന കാലത്ത് ശിഹാബ് തങ്ങൾ അനുകൂലിച്ചു. അതേ ഒരു സാഹചര്യം വീണ്ടും പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇപ്പൊ തങ്ങൾ പറയുന്നത് രാമക്ഷേത്രം മതേതരത്വത്തിന്റെ ഇന്ത്യയുടെ അഭിമാനമാണ് എന്നാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിനെ ഉയർത്തിപ്പിടിക്കും രാമക്ഷേത്രം എന്നാണ് തങ്ങൾ പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം. തകർക്കപ്പെട്ട ബാബരി പള്ളിയുടെ 2.77 ഏക്കർ ഭൂമിയുണ്ടല്ലോ, അത് സുന്നി വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ സുപ്രീം കോടതി കണ്ടെത്തിയ, അത് ഇതുവരെയും തിരുത്തപ്പെട്ടിട്ടില്ല, അതേ ഭൂമിയിൽ നിർമ്മിച്ച ബാബരി മസ്ജിദ് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും, നിർമ്മിച്ച രാമക്ഷേത്രം മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും എന്നെങ്ങനെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പറയാൻ കഴിയുക? ഇത് അദ്ദേഹം പറയേണ്ടതുണ്ട്. ഇത് പറയുന്നതിലൂടെ RSSന്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. KP നൗഷാദ് അലി അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ LK അഡ്വാനിക്ക് ഭാരതരത്നം സമർപ്പിക്കപ്പെട്ടു. ഈ പ്രസ്താവനയിലൂടെ ഞങ്ങൾ സംശയിക്കുന്നത് അടുത്ത ഭാരതരത്നം സമർപ്പിക്കപ്പെടാൻ ഒരുപക്ഷെ കേരളത്തിലെ പാണക്കാട്ട് തങ്ങൾ അർഹതപ്പെട്ടേക്കാം. ആ നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാടുമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു സംശയവുമില്ല. ഈ നിലപാടുമാറ്റത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ നിലപാടുമാറ്റം തന്നെയാണ്, നൗഷാദ് അലി എന്ന് പറഞ്ഞാലും. ഓക്കെ, മറ്റൊരു ഇതാണ് INL കോൺഗ്രസിനെതിരെയും അതുപോലെ മുസ്ലിം ലീഗിനെതിരെയും ഉയർത്തിവിടുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. KP നൗഷാദ് അലി, അങ്ങേക്ക് മറുപടി പറയാം. ഇവിടെ എന്റെ സ്നേഹിതൻ അദ്ദേഹം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഏവരാലും ശ്ലാഘിക്കപ്പെട്ട ഒരു നിലപാടിനെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമൊക്കെ ഞാൻ വകവെച്ചു കൊടുക്കുന്നു. അപ്പൊ അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് അദ്ദേഹം സാദിഖ് അലി തങ്ങളുടെ നിലപാടിനെയും കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം അതിനെ വിലയിരുത്തിക്കൊള്ളും. കാരണം മുസ്ലിം ലീഗിന്റെ 90-കൾക്ക് ശേഷമുള്ള നിലപാടുകളോടുള്ള മൗലികമായ എതിർപ്പിനെ ശിഹാബ് തങ്ങൾ ജ്യേഷ്ഠൻ തൊട്ട് അനിയൻ വരെയുള്ള ആളുകളെ സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എതിർപ്പാണ്. ആ വിഷയത്തെ ഇത് കേൾക്കുന്ന ആളുകൾ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനൊരിക്കൽ സഖാവ് VS പോലും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നിലപാടുകളെ ശ്ലാഘിക്കുകയും അന്ന് INL എടുത്ത നിലപാടിനെ പ്രതിലോമകരമാണ് എന്ന് വിശേഷിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വായിച്ചത് എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഞാൻ നീലിമയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും മുസ്ലിം ലീഗിനെയും ഒക്കെ ഇങ്ങനൊരു RSSന്റെ പ്രത്യയശാസ്ത്ര ലാവണങ്ങളോടൊക്കെ ചേർത്ത് കെട്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് ഈ മതേതര ഫാബ്രിക്കിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടുത്തെ മുസ്ലിം സമൂഹം മുമ്പ് എന്നത്തെക്കാളും വലിയ അരക്ഷിതാവസ്ഥയിലാണ്. ഒരുപക്ഷെ വിഭജന കാലത്ത് പോലും ഇതുപോലൊരു അരക്ഷിതാവസ്ഥ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതിലെ വരാൻ പോകുന്ന റിസൾട്ടുകള്, ഇതിനെക്കുറിച്ചൊക്കെ വലിയ ശങ്കകൾ പുതിയ തലമുറയിൽ ഉടനീളം വ്യാപകമാണ്. ആ തലമുറയൊക്കെ മുഖ്യധാരയോട് ചേർത്ത് നിർത്തി വഴിതെറ്റിപ്പോകാതെ വൈകാരികമായി ദുർബലതക്ക് അടിമപ്പെടാതെയൊക്കെ തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ആരൊക്കെ ശ്രമിച്ചാലും അതിന് മുസ്ലിം ലീഗ് ശ്രമിക്കുന്ന അവർക്കുള്ള പങ്കിനോളം വലിയൊരു പങ്ക് മറ്റാർക്കും ഇവിടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നിർവഹിക്കാൻ കഴിയില്ല. കോൺഗ്രസിനും മുസ്ലിം ലീഗ് ഇത്രമാത്രം ശക്തിയാർജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മുസ്ലിം ലീഗിനോളം നിർവഹിക്കുന്നതിലെ പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും ഇവരെയൊക്കെ ചേർത്ത് നിർത്തിയും മുഖ്യധാരയിലേക്ക് അണച്ചു ചേർത്തും ഐക്യദാർഢ്യപ്പെട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയൊരു ദൗത്യമാണ്. അതിനെ ക്ഷണികമായ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തി ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ കോർണർ ചെയ്ത്
അവരെയൊക്കെ മറ്റു ചിലതിനോടൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ മുന്നേറ്റമൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതിന്റെ അപ്പുറത്ത് ആത്യന്തികമായിട്ടൊരു ചുമരാണ് മാഞ്ഞു പോവുക. നമുക്ക് നാളെ ചിത്രം വരയ്ക്കാനുള്ള ഇടം ഇവിടെ പോലും നഷ്ടമാവും. അതുകൊണ്ട് പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ മോഹൻ ഭാഗവത്തിന്റെ നിലപാടാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് മറുപടി പറയുന്ന കാര്യം നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ശ്രീ VP മുസ്തഫയിലേക്കാണ്. മുസ്തഫ, ഇതിൽ RSSന്റെ സർസംഘചാലകനും ഇവിടുത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ഒരേ ശബ്ദമാണ് എന്ന് പറയുന്നതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ആ പ്രസംഗത്തിൽ ഒരു വരി കൂട്ടിച്ചേർക്കാമായിരുന്നു. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി, മസ്ജിദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല, ഒരു അടിസ്ഥാനം ഇട്ടതുപോലും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ മസ്ജിദും നിർമ്മിക്കണമെന്ന സുപ്രീം കോടതി വിധി മുന്നിലുണ്ട്. അതേക്കുറിച്ച് പോലും കൺസേൺ ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിച്ചത്, മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സംസാരിച്ചത്. അപ്പോൾ ഏതൊക്കെയോ സമ്മർദ്ദങ്ങളുടെ മറവിൽ ലീഗ് അടിപ്പെടുന്നു എന്നുള്ളൊരു വിമർശനം ഉയർന്നു വന്നാൽ അത് നിരാകരിക്കാൻ കഴിയുമോ? ഈ ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം ലീഗ് ഈ നിലയിലായത്? ഇതാ ഈ നൗഷാദ് അലിയുടെ കോൺഗ്രസിന്റെ കൂടെ കൂടിയിട്ട അങ്ങനെയാണ് അവർ ഈ സമീപനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. കാരണം എന്താ, നൗഷാദ് അലി പ്രയോഗിച്ച പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കൂ. നെഹ്റുവിന്റെ കാലമല്ല, 50 വർഷം മുമ്പുള്ള കാലമല്ല. അതുകൊണ്ട് ഇന്നത്തെ സങ്കീർണമായ സാഹചര്യത്തെ നേരിടാൻ ചില കൗശലങ്ങൾ വേണം. അദ്ദേഹത്തിന്റെ പ്രയോഗം അങ്ങനെയായിരുന്നു 1-ാം റൗണ്ടിൽ. നിങ്ങൾ ഒന്നുകൂടി റീപ്ലേ ചെയ്താൽ കേൾക്കാം. ചില കൗശലങ്ങൾ വേണം. എന്താ ആ കൗശലം? നരേന്ദ്രമോദി ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നു, അതൊരു വലിയ ഷോ പീസാക്കിയിട്ട് മാറ്റുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പരമാവധി ക്ഷേത്രങ്ങളിൽ പോവുക, അത് ഷോ പീസാക്കുക. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൗശലം നൗഷാദ് അലി? എന്താണോ RSS സ്വീകരിക്കുന്ന വർഗീയ ചുവടുകൾ, ആ വർഗീയ പാതയിലൂടെ തന്നെ പോയി RSSനെ നേരിടാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയോ? നിങ്ങൾ ചാണകം മെഴുകിയ സൂട്ട് കേസിൽ നിങ്ങളുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് പോയി ചാണകം മെഴുകിയ സൂട്ട് കേസിൽ. ആ സംസ്ഥാനത്ത് നിങ്ങൾ തോറ്റില്ലേ? പശുവിന് പ്രത്യേകം സൗകര്യങ്ങൾ നൽകി രാജസ്ഥാനിൽ, അതിനുവേണ്ടി ബജറ്റിൽ ഫണ്ട് നീക്കി വെച്ചു, അവിടെ നിങ്ങൾ തോറ്റില്ലേ? നിങ്ങൾ കോൺഗ്രസിന്റെ ഈ BJPയുടെ വഴിയിൽ പോയിട്ട്, RSSന്റെ വഴിയിൽ പോയിട്ട്, വർഗീയ വഴിയിൽ പോയിട്ട് അങ്ങനെ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് RSSന്റെ തീവ്ര ഹിന്ദുത്വത്തെ നേരിടാം എന്ന കൗശലം അമ്പേ പരാജയപ്പെടുകയല്ലേ? എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു. കർണാടകത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. തെലങ്കാനയിൽ നിങ്ങൾ RSSന്റെ ഹിന്ദുത്വ വഴിയിൽ പോയില്ല, നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇത് നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ നൗഷാദ് അലി? നിങ്ങൾ കാണുന്ന പോലെ അപ്പുറത്തെ ജയങ്ങളും RSSനുണ്ടാകുന്ന BJPക്ക് ഉണ്ടാകുന്ന മുന്നേറ്റവും കണ്ട് പരിഭ്രമിച്ചിട്ട് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഈ തീവ്ര വർഗീയതയെ, RSSനെ എതിർക്കാൻ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് ധരിച്ചു പോവുകയും ആ കൗശലത്തിലേക്ക് നിങ്ങൾ മുസ്ലിം ലീഗിനെ കണ്ണി ചേർക്കാനും ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് നമ്മുടെ നാട് എവിടെയാ ചെന്നെത്തിയത്? കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ പരാജയത്തിലേക്കല്ലേ പോയത്? നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അന്ന് ദീർഘകാലമായിട്ട് അടച്ചിരുന്ന പള്ളി ഒരു വിഭാഗം ആളുകൾക്ക് പൂജയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തതും അവിടെ ശിലാന്യാസം നടത്താൻ അനുവദിച്ചതും 92-ൽ സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെച്ച നിരോധനാജ്ഞയും സംരക്ഷണവും എല്ലാം നിൽക്കെ ഒരു സംഘം ആളുകൾക്ക്, നിങ്ങളാണെന്ന് കേന്ദ്രത്തിന്റെ അധികാരം, നിങ്ങളുടെ കയ്യിലാണ് പട്ടാളം, നിങ്ങളടുത്താണ് എല്ലാ സ്വാധീനവും, അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സംഘം ആളുകൾ ബലം പ്രയോഗിച്ച് നിരോധനാജ്ഞ ലംഘിച്ച് ആ പള്ളി തകർക്കുമ്പോൾ നിസ്സംഗരായി നോക്കി നിന്നതും നമ്മുടെ നാട്ടിന്റെ അനുഭവമല്ലേ? ആ കേസിൽ പ്രതിയായിരുന്നില്ലേ അദ്വാനി തള്ളിപ്പറയുകയല്ല ചെയ്തത്. നൗഷാദ് അലി ആദ്യം പറഞ്ഞത് അങ്ങനെയാ. ബാബരി മസ്ജിദ് തകർത്തതിനെ അദ്ദേഹം തള്ളിപ്പറയല്ല. ആ കേസിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം. ഈ അടുത്ത കാലത്തല്ലേ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. എന്നിട്ട് അങ്ങനെ ഒരാൾക്ക് ഭാരതരത്ന കൊടുത്തതിനെ AICC അധ്യക്ഷൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് ദേശാഭിമാനി വായിക്കൂ, ഇന്നത്തെ CPIMന്റെ നിലപാട് കാണൂ. എന്തിനാണ് ഭാരതരത്ന കൊടുത്തത്? ഇന്ത്യയെ വിഭജിച്ചതിനോ? ഇതാ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം, CPIM ഉയർത്തിയ ചോദ്യം. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്വാനിയെ ബഹുമാനിക്കാം,
പക്ഷേ ഈ 93-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഭാരതരത്ന കൊടുത്തത് ഇന്ത്യയെ വിഭജിക്കാനുള്ള തന്ത്രങ്ങൾ, അതിന്റെ രാഷ്ട്രീയം 90കളിലെ അദ്ദേഹത്തിന്റെ രഥയാത്രയും ഈ രാമജന്മഭൂമി പ്രസ്ഥാനവുമല്ലേ BJPക്കും അദ്വാനിക്കും വേരോട്ടം ഉണ്ടാക്കി കൊടുത്തത്. ഇത് പറയണ്ടേ? വീക്ഷണത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും വാർത്ത ഇന്ന് വന്നോ? ചന്ദ്രികയിൽ വന്നോ അങ്ങനെ ഒരു വിമർശനാത്മകമായ RSSന്റെ നിലപാടിനും നടപടിക്കുമെതിരെയുള്ള വിമർശനാത്മകമായ വാർത്ത? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. RSSന്റെ വർഗീയതയെ എതിർക്കണ്ടേ? ആശയപരമായ ആ സമരം ഉണ്ടാകണ്ടേ? ആശയപരമായ സമരം എങ്ങനെയാണ് സംഘർഷമായിട്ട് മാറുന്നത്? നിങ്ങൾ ആശയപരമായ സമരത്തെ ആശയപരമായിട്ട് തന്നെ കാണൂ. RSSനെ എതിർക്കുക എന്ന് പറയുന്നത്, അവരുടെ വർഗീയ നടപടികളെ എതിർക്കുക എന്ന് പറയുന്നത് സംഘർഷമുണ്ടാക്കലല്ല, കലാപം വിളിച്ചു വരുത്തലല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞു ശിഹാബ് തങ്ങൾ, അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 92-ൽ നല്ല നിലപാട് സ്വീകരിച്ചു. തീർച്ചയായിട്ടും സ്വാഗതാർഹമായ നിലപാടായിരുന്നു, തർക്കമില്ല. പക്ഷെ അതുകൊണ്ട് നൗഷാദ് അലി ഇവിടെ കേരളത്തിൽ ഒരു വർഗീയ അസ്വസ്ഥതയും 92 ഡിസംബറിലും 93 ജനുവരിയിലും ഉണ്ടായിട്ടില്ല എന്ന് വസ്തുനിഷ്ഠമായിട്ട് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാ. ഞങ്ങളുടെ ജില്ലയിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് രാജ്യത്തുടനീളം അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന, കോൺഗ്രസിന് ഇന്നുള്ളതിനേക്കാൾ സ്വാധീനം അന്നുണ്ടായിരുന്ന കോൺഗ്രസിന്റെ അധികാരത്തിലുള്ള പല സംസ്ഥാനങ്ങളിലും ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് 92 ഡിസംബറിലും 93 ജനുവരിയിലും നിരന്തരമായി വർഗീയ ലഹളകൾ നടന്നപ്പോൾ അതിന്റെ ചെറിയ സ്വാധീനം കേരളത്തിലുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പറയാൻ അഭിമാനമൊന്നും ഉണ്ടായിട്ടല്ല, വലിയ ഇഷ്ടവും ഉണ്ടായിട്ടല്ല. പക്ഷെ ഒരു വസ്തുത, യാഥാർത്ഥ്യമായിട്ട് കാണണ്ടേ? 6 പേരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടത് എവിടെയാ? കാസർഗോഡ് നഗരത്തിലാണ്. ലീഗിന്റെയും BJPയുടെയും സ്വാധീന കേന്ദ്ര, നിങ്ങൾക്കറിയാമല്ലോ അത്. കാസർഗോഡ് മണ്ഡലം ആരുടേതാണെന്ന്. അവിടെ കൊല്ലപ്പെട്ടത് അതേതാണ്ട് ഉദുമ മണ്ഡലത്തിന്റെ അതിർത്തി വരെ വന്നു. അവിടെ 2 പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ 6 പേർ കാസർഗോഡ് ജില്ലയിൽ. മലപ്പുറം ജില്ലയിലും ചിലയിടത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടായി. ഇത് യാഥാർത്ഥ്യമായിരുന്നില്ലേ? എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ ഭരിച്ചിരുന്ന പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നടമാടിയതുപോലെ ആഴ്ചകൾ നീണ്ടുനിന്ന, മാസങ്ങൾ നീണ്ടുനിന്ന 2 സമുദായങ്ങൾ തമ്മിലുള്ള വർഗീയ ലഹളകൾ പോലെ കേരളത്തിൽ ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാനുള്ള നീക്കങ്ങളെ ഈ ചുരുക്കം ചില കൊലപാതകങ്ങളോടുകൂടി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതിൽ കേരളത്തിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളാകെ യോജിച്ചു നിന്നു എന്നുള്ളത്. പക്ഷേ അപ്പോഴും നമ്മൾ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് കാണണം. ആ സമീപനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം? നിങ്ങൾ RSSനെ ആശയപരമായിട്ട് എതിർക്കുന്നതിന് പകരം ഇതേ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്താ ബേപ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം? അന്ന് ഡോക്ടർ മാധവൻകുട്ടി RSSന്റെ കേരളത്തിലെ ആദ്യ തലമുറയിൽപ്പെട്ട നേതാക്കളിൽ ഒരാൾ, കോഴിക്കോട്ടുകാരൻ, ബേപ്പൂരിൽ സഖാവ് TK ഹംസക്കെതിരെ നിങ്ങൾ പൊതുസ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ സഹോദരൻ എന്ന് സാക്ഷാൽ ശിഹാബ് തങ്ങൾ പ്രസംഗിച്ചു. പക്ഷെ ബേപ്പൂരിലെ ജനത സ്വീകരിച്ചോ? അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നൽകിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് UDFന്റെയും BJPയുടെയും പൊതുസ്ഥാനാർത്ഥിയായ RS നേതാവ് മാധവൻകുട്ടിയെ അന്ന് 90കളിൽ ബേപ്പൂരിലെ ജനത പരാജയപ്പെടുത്തിയത്. സാക്ഷാൽ ശിഹാബ് തങ്ങൾ പോയിട്ട് വോട്ട് പിടിച്ചിട്ടും ജനം കൂടെ നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് നീലിമ, പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറയുന്ന നിരവധി മഹല്ലുകളുടെ ഗാസിമാരും അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന അവരുടെ ആത്മീയ നേതൃത്വത്തെ പൊതുവിൽ ആദരിക്കാം. പക്ഷെ രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള നിലയിൽ അന്ന് ശിഹാബ് തങ്ങൾ ഈ RSSകാരനായ മാധവൻകുട്ടിയെ എൻ്റെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിട്ട് UDF BJP പൊതുസ്ഥാനാർത്ഥിയായി സഖാവ് TK ഹംസക്കെതിരെ മത്സരിപ്പിച്ച് വോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ അവിടുത്തെ ജനത നിരാകരിച്ചിട്ടുണ്ട് എന്ന് കാണണം. അതുകൊണ്ട് ശിഹാബ് തങ്ങളെ എല്ലാ നിലപാടിനെയും എല്ലാ കാലത്തും കേരളത്തിലെ ജനത സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ ശരിയല്ലാത്ത വഴികളെ കേരള ജനത തള്ളിക്കളയുക തന്നെയാണ് ചെയ്തത്. അത് സാക്ഷാൽ പാണക്കാട് തങ്ങളായിരുന്നിട്ട് പോലും. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ള പ്രശ്നം. ആ പ്രശ്നമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അല്ലാതെ സാദിഖ് അലി തങ്ങളെ ഒറ്റപ്പെടുത്തുകയോ സാദിഖ് അലി തങ്ങളോട് അനാദരവോ അല്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഇപ്പോൾ എടുക്കുന്ന ഈ നിലപാട് അവരുടെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന് ഓശാന പാടുന്ന വിധത്തിലാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഈ ജനുവരി മാസം 22-ാം തീയതി ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസവും ചന്ദ്രികാ പത്രത്തിൽ അതിനെ സംബന്ധിച്ച് വന്ന വാർത്തകളുടെ സ്വഭാവം എന്താ? ഏതെങ്കിലും തരത്തിൽ ഇവിടെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു എന്ന ഒരു വരിയെങ്കിലും ചന്ദ്രികാ പത്രത്തിൽ ഉണ്ടായോ? അതുകൊണ്ടല്ലേ ET മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും അവരുടെ MP യും
അദ്ദേഹം പിന്നീട് തുറന്നു പറഞ്ഞില്ലേ, അന്നത്തെ ദിവസങ്ങളിലെ ചന്ദ്രികയുടെ നിലപാട് ശരിയായിട്ടില്ല, അത് രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ളതായിരുന്നില്ല എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ അങ്ങനെ ഒരു നിലപാട് പരസ്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ. അപ്പം ഇത് നമ്മൾ കാണണ്ടേ? കോൺഗ്രസും മുസ്ലിം ലീഗും എടുക്കുന്ന സമീപനം എന്താ? ഇവിടെ നൗഷാദ് അലി, നിങ്ങൾക്കാണ് സങ്കുചിത വർഗീയ താല്പര്യം, നിങ്ങൾക്കാണ് 4 വോട്ടിൽ കണ്ണ്. കേരളത്തിലെ ഇടതുപക്ഷത്തോടുള്ള അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി, അവരെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ RSSന്റെ വോട്ടിൽ കണ്ണ് നട്ട് അവരെ പ്രീതിപ്പെടുത്താനുള്ള മട്ടിൽ നേരത്തെ തന്നെയുള്ള കോലിബി സഖ്യത്തിന്റെ ഈ വലിയ അനുഭവം നിങ്ങൾക്കുള്ളത് കൊണ്ട് അത് പരാജയമായിരുന്നുവെങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രമിച്ചു നോക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സമീപനമല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? അതുകൊണ്ടല്ലേ 2019 ഒരു സുപ്രീം കോടതി വിധി അംഗീകരിക്കാതിരിക്കുകയും അതിനെതിരെ കേരളത്തിൽ കലാപസമാനമായ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തവർ 2024 പറയുകയാണ് സുപ്രീം കോടതി വിധി ഉണ്ടല്ലേ. ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ എന്താ പറയുന്നത്? 1948 ഈ ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചത് തെറ്റ്, ട്രസ്പാസാണ്, അത് അനധികൃതമായിട്ടുള്ള പ്രവർത്തനമാണ്. 92 ഡിസംബർ 6 നിരോധനാജ്ഞ നിലനിൽക്കെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ബലാത്കാരമായി ഒരു കൂട്ടം ആളുകൾ ബാബരി മസ്ജിദ് തകർത്തത് ക്രിമിനൽ ഒഫൻസ്. അങ്ങനെ നിയമത്തിന്റെ വ്യവസ്ഥകൾ വെച്ച് പറഞ്ഞ വിധിയിലാണ് അവസാനം പറയുന്നു. എന്നാ പിന്നെ ഏതായാലും അമ്പലം കെട്ടാൻ കൊടുക്കൂ. ഇതൊരു ജുഡീഷ്യസ് ആയിട്ടുള്ള വിധിയാണോ? നമ്മൾ അങ്ങനെ തന്നെയുള്ള വിശകലനവും നടത്തണ്ടേ? ആ വിധി നടത്തിയ അയോധ്യയെ രാഷ്ട്രീയ നേട്ടത്തിനായി BJP ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ കെണിയിൽ ആരും വീഴരുത് എന്ന് ലീഗും അതുപോലെ അത് ഏറ്റുപാടുന്ന വി.ഡി. സതീശനും എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, കെണിയിൽ വീഴരുത് എന്ന്? ഇത് വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങളല്ലേ? ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ കോലിബി സഖ്യം അതിൻ്റെയെല്ലാം മുൻകാല അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 4 വോട്ടുകൾക്ക് വേണ്ടി ഇത്തരത്തിൽ നിലപാടിൽ പിന്നോക്കം പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ആളുകൾ വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടുമുള്ള മലബാർ മേഖലയിലെ വോട്ടർമാർ ഈ നിലപാട് മാറ്റം കാണുന്നുണ്ട്. ഏതായാലും നീലിമയുടെ ചോദ്യത്തിൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. എനിക്ക് അതിനകത്ത് വളരെ സന്തോഷമുണ്ട്. മലബാറിലെയും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും കണ്ണൂരിലെയും കാസർഗോട്ടെയും വയനാട്ടെയും പാലക്കാടെയും വോട്ടർമാർ ഇത് കാണുന്നുണ്ട്. അത് കാണാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഈ ചർച്ചയും വെച്ചിട്ടുള്ളത്. അപ്പോ ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലമല്ല ഇത് എന്ന് പറഞ്ഞതിനകത്ത് ഞാൻ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ വ്യതിയാനം അല്ല, ആ കാലത്തേക്കാൾ ലഘുവായി കാര്യങ്ങൾ കാണേണ്ട കാലമാണോ ഇപ്പോൾ? അല്ല, ഞാൻ പറയുകയാണ് നീലിമ, അതായത് ആ കാലത്തെ നയങ്ങളാണോ CPM സ്വീകരിച്ചിട്ടുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇന്നത്തെ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ രീതിയിലേക്ക് ആരോപണം ഉന്നയിക്കുന്ന മുസ്തഫ, ഞാൻ ചോദിക്കട്ടെ, EMS സാക്ഷാൽ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ഫണ്ടമെന്റൽ ഹിന്ദു എന്നാണ്. അപ്പൊ പിന്നെ നമ്മൾ ഗോപാലകൃഷ്ണ ഗോഖലെയും തിലകനെയും മദൻ മോഹൻ മാളവ്യയെയും രാജേന്ദ്ര പ്രസാദിനെയും ഒക്കെ നമുക്ക് വെറുതെ അങ്ങ് മാറ്റി നിർത്താം. സാക്ഷാൽ ഗാന്ധിയെ പോലും മൃദു ഹിന്ദു ആക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പല നരേറ്റീവുകൾ പലർക്കും എതിരെ ഉണ്ടാക്കുന്നതിന് സമാനമായിട്ട് ഗാന്ധിയെ പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കൂസലുമില്ല, പരാതിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങള് 50കളിലും 60കളിലും 70കളിലും 80കളിലും ഒക്കെ കോൺഗ്രസിനോടെടുത്ത നിലപാടാണോ CPM-ന് ഇന്ന് കോൺഗ്രസിനോടുള്ളത്? ഒരു സെക്കൻഡ് ഇതോടൊപ്പം VPP മുസ്തഫയ്ക്ക് എന്തോ ഒന്ന് പറയാനുണ്ട്, അതുകൂടി കേട്ട ശേഷം അങ്ങേക്ക് തുടരാം. ഒരു സെക്കൻഡ് അദ്ദേഹം സുദീർഘമായിട്ട് ഇവിടെ പറഞ്ഞു. അദ്ദേഹം ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ 2 മിനിറ്റോട് അവസാനിപ്പിച്ചേക്കാം. ഒരു 2 മിനിറ്റോട് അവസാനിപ്പിച്ചേക്കാം നീലിമ. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കോലിബി എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു കാര്യം അറിയോ നീലിമ? ഇവിടെ 977 ഇവിടുത്തെ സംഘടനാ കോൺഗ്രസും ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളും ഇവിടുത്തെ ജനതാ കക്ഷികളൊക്കെ ജനസംഘവും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ജനതാ പാർട്ടി ഉണ്ടാക്കി. RSSന്റെ ജനസംഘം ലയിച്ചുകൊണ്ട് ആ ജനതാ പാർട്ടിയുമായിട്ട് ഈ രാജ്യത്തുടനീളം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സഖ്യം ഉണ്ടാക്കിയ പാർട്ടിയെ CPM. CPI അതിനകത്തില്ല. കേരളത്തിൽ ഉദുമയില്, മുസ്തഫയുടെ ജില്ലയിലെ ഉദുമയില് KG മാരാറായിരുന്നു ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി. പാലക്കാട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്
ഇന്നിതാ ദേശാഭിമാനി വലിയ തോതിൽ ഗീർവാണം മുഴക്കിയെന്ന് അവകാശപ്പെട്ടല്ലോ. ആ LK അദ്വാനി ആയിരുന്നു. അപ്പൊ കോൺഗ്രസിനെ നശിപ്പിക്കാൻ സകല മാർഗവും ഈ BJP-യുടെ RSS-ന്റെ തോളത്ത് കൈയിട്ട് ചെയ്തു പോകുന്ന പാർട്ടിയാണ് CPM. ഞാനതിന് അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ അന്നത്തെ രാഷ്ട്രീയം അങ്ങനെ ആയിരുന്നിരിക്കാം. ആ രാഷ്ട്രീയം ഇന്ന് മാറിയത് കൊണ്ടാണല്ലോ അവരിന്ന് കോൺഗ്രസിനെ സഹായിക്കാനൊക്കെ 2004 മുന്നോട്ട് വന്നത്. അപ്പൊ അത് തന്നെ ഞാനും പറഞ്ഞത് പണ്ഡിറ്റ് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഒന്നും കാലഘട്ടമല്ല. കാലം മാറുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കൗശലവും വിവേകവും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അത് CPM-ന് മാത്രമേ ആകാവൂ എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. പിന്നെ ഈ 77 ചരിത്രമുള്ളവരൊക്കെ ഈ കോലീബി എന്ന് പറഞ്ഞ് സ്വയം അപഹാസ്യരാകരുത്. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും കഴിഞ്ഞ ഒരു 6-7 വർഷത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണ പ്രസ്താവന ഇറക്കിയത് കോടിയേരി ബാലകൃഷ്ണനാണ്. അത് 2016 UDF വരികയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും ഭരിക്കും എന്ന് പറഞ്ഞു. അത് 2021 ആയപ്പോ കുഞ്ഞാലിക്കുട്ടിയും അമീറും അസനും എന്നാക്കി. ഇത് മോദി അങ്ങ് അഹമ്മദ് മിയാ പട്ടേൽ അധികാരത്തിൽ വരും, ഗുജറാത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ എന്ന് പറഞ്ഞതിനേക്കാൾ തീക്ഷ്ണമായ വർഗീയത ധ്വനിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ആവോളം എല്ലാം എടുത്ത് പയറ്റാം, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ കുപ്പായം അടിച്ച് മാന്യന്മാരും ആകാം എന്നതൊക്കെ ജനത്തിന് മനസ്സിലാവും. നിങ്ങൾ ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വരുമ്പോ, ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വരുമ്പോ, ഇപ്പൊ ഇതാ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ പുതിയ വിവാദ കാലത്തൊക്കെ നിങ്ങൾ ഉന്നം വെക്കുന്ന വോട്ടുകളും തെരഞ്ഞെടുപ്പും ഏതാന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അപ്പുറത്ത് ഒരു കാഴ്ചപ്പാടും ഇല്ല, ലക്ഷ്യവുമില്ല. ഈ നാട് കത്തി കുട്ടിച്ചോറായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള കാപ്പണം കിട്ടണം എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട്. അങ്ങ് CPM-നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കൃത്യമായ മറുപടി തന്നെ പാർട്ടി പല ഘട്ടങ്ങളിലും ഇത് ഉന്നയിച്ചവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ INL-ന്റെ പ്രതിനിധി NK അബ്ദുൾ അസീസിലേക്ക് ഒന്നും കൂടി പോകേണ്ടതുണ്ട്. നമ്മൾ നോക്കൂ, ഈ മുസ്ലിം ജനവിഭാഗത്തെ കാതലായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് ഒളിച്ചോടുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. ഏറ്റവും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം മുത്തലാഖ് സംബന്ധിച്ച് പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ നിന്നും ഒളിച്ചോടിയ PK കുഞ്ഞാലിക്കുട്ടിയെ നമുക്കറിയാം. അബ്ദുൽ വഹാബ് അതിനെതിരെ വളരെ കൃത്യമായി നിലപാടെടുത്ത കാര്യം നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ മുൻപിൽ അയോധ്യ കഴിഞ്ഞിരിക്കുകയാണ്, ഗ്യാൻ വ്യാപി അതുപോലെ നിൽക്കുകയാണ്, മധുരയും കാശിയുമെല്ലാം നമ്മുടെ മുന്നിൽ ഹൈന്ദവ ആക്രമണോത്സുകതയുടെ വലിയ ബിംബങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴും ഈ ജനവിഭാഗത്തെ ഇവർക്ക് എങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുക? ഇവർ ഏത് നയം കൈക്കൊണ്ടിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുക? നീലിമ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് ഏറ്റവും ആദ്യമായി ഒരു BJP അനുകൂല നിലപാടെടുത്തതല്ല. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളായി മുസ്ലിം ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളുടെ ആവർത്തനം മാത്രമാണ് ഇത് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിനെ തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇപ്പം നേരത്തെ നീലിമ സൂചിപ്പിച്ചല്ലോ ബാബരി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാലഘട്ടം. അതിനുശേഷം BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മുത്തലാഖ് ബിൽ പാർലമെന്റിൽ വന്നത്. അന്ന് മുത്തലാഖ് ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. ഇപ്പൊ BJP പറയുന്ന അവർ ഉയർത്തി കാണിക്കുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. അതവർ പ്രചാരണായുധമാക്കി കഴിഞ്ഞു. അവർ പറയുന്നത് ശ്രീരാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിച്ചു. രണ്ടാമത് അവർ പറയുന്നത് മുത്തലാഖ് ബിൽ ഞങ്ങൾ പാസാക്കി. മൂന്നാമത് അവർ പറയുന്നത് സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് വന്നില്ല, പാസ്സായില്ല എന്ന് മാത്രമല്ല, ഇപ്പം അത് നടപ്പാക്കാനുള്ള യാതൊരു ശ്രമവും BJP-യുടെ ഭാഗത്തുനിന്നില്ല. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രായോഗികമായി വന്നിട്ടുള്ളത്. അതിലൊന്ന് രാമക്ഷേത്രവും ഒന്ന് മുത്തലാഖ് ബില്ലുമാണ്. രണ്ടും മുസ്ലിം സമുദായത്തെ അതിരൂക്ഷമായി എതിരായി ലീഗിന്റെ നിലപാട് കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിയത് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് ഇതോടൊപ്പം. തീർച്ചയായിട്ടും കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി. ഇതിനകത്തും മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട് BJP-ക്ക് അനുകൂലമാകുന്നു. ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഇന്ത്യ രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് രാമക്ഷേത്രമെന്ന്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. 1528 ബാബരി മസ്ജിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1528 ഉണ്ടാക്കിയ ബാബരി മസ്ജിദ് 1948
ശ്രീരാമ വിഗ്രഹം സ്ഥാപിക്കുകയും പള്ളി അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യുന്നത് വരെ അവിടെ നമസ്കാരം നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ നമസ്കാരം തെറ്റായിരുന്നു, അത് രാമന്റെ ക്ഷേത്രത്തിലാണ് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണോ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അഭിപ്രായം? തങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമാണ് ഈ രാമജന്മഭൂമി. എന്നാൽ അത് രാമക്ഷേത്രം അത് നിർമ്മിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് ശ്രീരാമന്റെ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം രാമക്ഷേത്രം തകർത്തുകൊണ്ടുണ്ടാക്കിയ പള്ളിയിൽ നമസ്കാരം ഹലാലാവുകയില്ല, അനുവദനീയമാവുകയില്ല. എൻ്റെ ചോദ്യം, ഇത് മതേതരത്വത്തിന്റെ പ്രതീകമാണെങ്കിൽ, ഇത് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കേണ്ടതാണെങ്കിൽ, ഈ വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം 1528 മുതൽ 1948 വരെയുള്ള 400 ചില്ലാനം വർഷക്കാലം അവിടെ നടത്തിയ ആരാധന തെറ്റായിരുന്നു എന്നാണോ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അഭിപ്രായം? അത് അദ്ദേഹം പറയേണ്ടതുണ്ട്. ഇത് ചരിത്രപരമായി എല്ലാ കാലത്തും ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ്. ഇപ്പൊ നേരത്തെ KP നൗഷാദ് അലി പറഞ്ഞല്ലോ, കർണാടകയുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാന്യനായ VPP മുസ്തഫയും അത് പരാമർശിച്ചു. കർണാടക തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ നിലപാടാണ് BJPക്കെതിരായി എടുത്തത്. ബജ്രംഗ് ദളിനെ നിരോധിക്കും എന്നുവരെ പറഞ്ഞു പരസ്യമായി. അങ്ങനെ പറഞ്ഞ കർണാടകയിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്? മതേതര ഹിന്ദു സമൂഹം ശക്തമായി അവിടെ കോൺഗ്രസിനോടൊപ്പം നിന്നു. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന, ഭൂരിപക്ഷം സമൂഹത്തിന്റെ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെട്ടത് എന്നാണ് ശ്രീരാമന്റെ ക്ഷേത്രം നിർമ്മിച്ചതിലൂടെ. ഇതാണ് വലിയ തെറ്റ്. കാരണം എന്തെന്നാൽ, ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്കു ശേഷം നടന്ന 4 പ്രധാനപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP തുടച്ചു മാറ്റപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കാലത്ത് അവിടെയൊക്കെ BJP ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അവിടെ തുടച്ചു മാറ്റപ്പെട്ടത്? കോൺഗ്രസ് ശക്തമായി അധികാരത്തിൽ തിരിച്ചു വന്നത് എന്തുകൊണ്ടായിരുന്നു? അത് മറ്റൊന്നുമല്ല, അവിടുത്തെ ജനത പറഞ്ഞു, ഞങ്ങൾ രാമക്ഷേത്രത്തിനു വേണ്ടിയുള്ളവരല്ല, ഞങ്ങൾ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 4 സംസ്ഥാനങ്ങളിലും BJPക്ക് അധികാരം നഷ്ടപ്പെടുകയും കോൺഗ്രസ് അന്ന് തിരിച്ചു വരികയും ചെയ്തത്. 1990-കളിൽ സമാനമായ സാഹചര്യമാണ് ഇപ്പൊ കർണാടകയിലും ഉണ്ടായിട്ടുള്ളത്, അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ളത്. ഇതിനു പകരം അന്നത്തെ നെഹ്റുവിയൻ കാലഘട്ടമല്ല ഇത്, ചില തന്ത്രങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നേരത്തെ VPP സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോലീബിയുടെ പുതിയ പ്രയോഗവൽക്കരണമുണ്ടല്ലോ, ആ പ്രയോഗവൽക്കരണമാണ്, അതിൻ്റെ ഭാഗമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ പ്രസ്താവനയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ അടുത്ത ഭാരതരത്നം മലപ്പുറത്തേക്ക് വന്നേക്കാം. അതുമല്ലെങ്കിൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരികയുണ്ടായി. കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരാൻ തന്നെ കാരണം ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഭയന്നുകൊണ്ട് അവർ വരാതിരിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളെ കൊണ്ട് കുഞ്ഞാലിക്കുട്ടി എഴുതി വായിപ്പിച്ച പ്രസംഗമാണത് എന്ന് പറയാനാണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം എന്തെന്നാൽ, ഈ കേന്ദ്രത്തിൽ നിന്നുൾപ്പെടെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരികയാണ് മുസ്ലിം ലീഗ്. ആ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ അവരുമായി ഒരു ചങ്ങാത്തം ഉണ്ടാകേണ്ടതുണ്ട്, അവരുമായി ഒരു അന്തർധാര രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആ അന്തർധാരയാണ് ഈ പ്രസ്താവനയിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ ED മലപ്പുറത്തേക്ക് വരില്ലായിരിക്കാം. നേരത്തെ ED മലപ്പുറത്ത് വന്നിട്ടുണ്ടല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മൂത്ത സഹോദരൻ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ED ചന്ദ്രിക പത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്ന് കുഞ്ഞാലിക്കുട്ടി അപ്പാർട്ടിയുടെ നേതാക്കളോട് പറഞ്ഞത് ED ഈ കുരുമുളക് വള്ളി പൊട്ടിക്കാൻ വന്നതാണ് അവിടെ എന്നാ. കുരുമുളക് വള്ളി പൊട്ടിക്കാൻ ED പാണക്കാട്ട് വന്നു എന്നാ കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കുരുമുളക് വള്ളി പൊട്ടിക്കാൻ ഇനി കേന്ദ്ര ഏജൻസികൾ വരാതിരിക്കാൻ വേണ്ടിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ലീഗ് അണികളെ കബളിപ്പിക്കുന്നതിന് പിന്നിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് INL പറഞ്ഞു വെക്കുകയാണ്. KP നൗഷാദ് അലിയിലേക്കാണ് പോകുന്നത്. ശ്രീ KP നൗഷാദ് അലി, ചോദ്യത്തിൻ്റെ തന്നെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വലിയൊരു ഗുരുതരമായ ആരോപണമാണ് INL മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ കോൺഗ്രസിനെതിരെയും ഉയർത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ EDയെ പേടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് ഇങ്ങനെ മുസ്ലിം ലീഗിന് എടുക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഈ പ്രസ്താവനയെ കാണുന്നത്?
നൗഷാദയിലേക്ക് തിരിച്ചു വരാം. ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ശ്രീ VPP മുസ്തഫയിലേക്കാണ് പോകുന്നത്. INL വളരെ ഗുരുതരമായ ഒരു ആരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ലീഗ് അണികളെ കബളിപ്പിക്കുന്നതിന് പിന്നിൽ, ഇങ്ങനെ നിലപാട് മാറ്റത്തിന് പിന്നിൽ ചില സമ്മർദ്ദങ്ങൾ മുസ്ലിം ലീഗ് നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒക്കച്ചങ്ങായിമാരായിട്ട് മാറിയതിന് ശേഷം ഈ പുതിയ കാലത്തെ ലീഗ് നേതൃത്വം അവരുടെ വോട്ടിനും അവരുടെ അധികാരത്തിനും അവർക്ക് ഇന്ന് അവർ സമ്പാദിച്ചു വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ഉള്ള വിട്ടുവീഴ്ചകളാണ്. അവർക്ക് യാതൊരു നിലപാടുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ. ഹലോ, തുടർന്നോളൂ. കേൾക്കാം, പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ, ഇപ്പോ നൗഷാദ് അലിയും അതുപോലെ തന്നെ ലീഗുകാരും എല്ലാം പറയുന്നത്, സാദിഖ് അലി തങ്ങളുടെ പ്രസംഗത്തിലുമെല്ലാം പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ ഈ വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ ദിവസം ലീഗിന്റെ 2 MP-മാർ പാർലമെന്റിൽ ഒരു സമരം നടത്തിയത്? അത് ഗ്യാൻവാപ്പിയിലെ പള്ളിയിൽ പൂജ നടത്താൻ അവിടുത്തെ ഒരു ജില്ലാ കോടതി അനുവാദം കൊടുത്തിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങൾ ന്യായീകരിക്കുന്നത് എന്താ? കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കോടതി പള്ളിയിൽ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പള്ളി ബാബരി മസ്ജിദ് ആണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. സാദിഖ് അലി തങ്ങൾ പറയുന്നത് ബാബരി മസ്ജിദ്. പക്ഷേ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന പള്ളിക്ക് ബാബരി മസ്ജിദ് എന്ന് പേരിടുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിന്റെ രൂപരേഖ പോലും തയ്യാറാകുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ കാണേണ്ടത് ഉത്തർപ്രദേശിലെ മറ്റൊരു വാരണാസിയിലെ ജില്ലാ കോടതിയാണ്, ഒരു സാധാരണ മുനിസിപ്പൽ കോടതിയൊന്നുമല്ല, ജില്ലാ കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സമുച്ചയത്തിൽ പൂജ നടത്താൻ ഹിന്ദുക്കൾക്ക് അനുവാദം നൽകുന്നു എന്ന്. എന്തിനാ പിന്നെ അതിന്റെ പിറ്റേ ദിവസം 2 MP-മാർ കോൺഗ്രസ്സുകാർ സഹകരിക്കാൻ പോയില്ല? സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ UDF-ന്റെ MP-മാർ പോകണ്ടേ? മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ്സുകാർ പോകട്ടെ. കേരളത്തിലെ UDF MP-മാർ, കോൺഗ്രസ് MP-മാരെങ്കിലും പോകണ്ടേ? അവര് പോയില്ല. അങ്ങനെയാണെങ്കിൽ സാദിഖ് അലി തങ്ങളുടെ ന്യായം അനുസരിച്ചാണെങ്കിൽ മിനിഞ്ഞാന്ന് നടത്തിയ സമരത്തെ തള്ളി പറയണ്ടേ? പാർലമെന്റിന്റെ മുന്നിൽ ഞങ്ങളുടെ 2 MP-മാർ, ഈ ET മുഹമ്മദ് ബഷീറും അതുപോലെ അബ്ദുൾ സമദ് സമദാനിയും കൂടി സമരം ചെയ്തത്, തമിഴ്നാട്ടിലെ MP-യും കൂടി ഉണ്ടായിരുന്നു കൂടെ, ചെയ്തത് ശരിയായിട്ടില്ല, കോടതി വിധിയെ മാനിക്കേണ്ടതായിരുന്നു എന്നല്ലേ പറയേണ്ടത്? ഞാൻ പറയുന്നു, സാദിഖ് അലി തങ്ങൾ മുൻകൈ എടുത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ കൂടി ഉപയോഗപ്പെടുത്തി ഈ വാരണാസിയിലെ RSSകാരെയും അതുപോലെ ആഗ്രയിലെ RSSകാരെയും ഹിന്ദു മഹാസഭക്കാരെയും മധുരയിലെ RS നേതാക്കളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഒരു ചർച്ച നടത്തി അങ്ങ് തീരുമാനിക്കുന്നേ. എന്നാ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അതാണ് ആവശ്യപ്പെടുന്നത്. അയോധ്യ വിഷയത്തിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. അയോധ്യ വിഷയത്തിൽ ലോ ഓഫ് ദ ലാൻഡ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ മറ്റു കാര്യങ്ങളിൽ അതുണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ലോ ഓഫ് ദ ലാൻഡ് ആണ് അയോധ്യ എന്ന് പറഞ്ഞു വെക്കുന്നതിന് പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, ചില സമ്മർദ്ദങ്ങളുണ്ട് എന്നാണ് INL വളരെ ഗുരുതരമായ ഒരു ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. താങ്കൾക്ക് പ്രതികരിക്കാം. അല്ല, INL ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ബാലിശമാണ്. അദ്ദേഹം കുരുമുളക് വള്ളിയും കുരുമുളക് പറിക്കാൻ പറ്റും, ഇതൊക്കെ വ്യക്തിപരമായിട്ട് വൈരാഗ്യവും വിരോധവും ഉണ്ടെങ്കിൽ അത് TV ചാനലിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചേർത്ത് കെട്ടി അത് അവിടെ റെയ്ഡ് നടന്നിട്ടില്ലേ? അല്ല, ED റെയ്ഡ് പല സ്ഥലത്ത് പല ഇടങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇനി നടക്കാൻ പോകുന്ന പല വാർത്തകളുണ്ട്. നമ്മൾ എന്തിനാ അതൊക്കെ പറയേണ്ട കാര്യം? ഈ റെയ്ഡ് നടന്നിട്ടുണ്ടെങ്കിൽ ED അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അതിനെ ഏതെങ്കിലുമൊക്കെ വ്യക്തിവിരോധത്തിന്റെ തലത്തിലേക്കൊക്കെ താഴ്ത്തിക്കെട്ടി വ്യക്തിഗത പരാമർശങ്ങളൊക്കെ നടത്തേണ്ട കാര്യം എന്താ? അതൊക്കെ ആ EDയുടെ വിഷയമാണ്. നിയമപരമെങ്കിൽ നിയമപരം, രാഷ്ട്രീയപരമെങ്കിൽ രാഷ്ട്രീയപരം, ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇതില് നിരുപ കേൾക്കുന്ന CPM-ന്റെ സുഹൃത്തുക്കളായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാളിതുവരെ മുസ്ലിം ലീഗിനെ പറ്റി, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റി, പാണക്കാട് കുടുംബത്തെ പറ്റിയൊക്കെ നിങ്ങളുടെ CPM നേതാക്കളൊക്കെ പറഞ്ഞിരുന്ന മനോഹര വാചകങ്ങൾ എന്തൊക്കെയായിരുന്നു? കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആശ്രയമായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ ലീഗിനെ കിട്ടില്ല എന്ന് കണ്ടപ്പോ ലീഗിനെ നേരെ കറുത്ത മുദ്ര കുത്താനുള്ള വലിയ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ്. ഇത്തരത്തിലൊക്കെ
ഏതാനും മണിക്കൂറുകൾക്കുള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ ചാഞ്ചാട്ടം, ഇങ്ങനെയൊക്കെയുള്ള പുതിയ വ്യാഖ്യാനങ്ങൾ, ആഖ്യായികകളൊക്കെ അങ്ങനെയാണ് നൗഷാദ് അലി പറഞ്ഞു വെക്കുന്നത്. ശ്രീ VPP മുസ്തഫ, രണ്ട് തവണ കേരളത്തിൽ LDF അധികാരത്തിൽ വന്നത് ലീഗ് കൂടെ നിന്നിട്ടാണോ? അങ്ങനെ ലീഗിനെ കൂടെ കൂട്ടിയാലേ ഇവിടെ LDFന് നിലനിൽപ്പുള്ളൂ എന്നൊരു വാദം അതെങ്ങനെ നിലനിൽക്കും? അല്ല, ഞാൻ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു വാദവും ഇല്ല. അല്ല, അങ്ങ് പറഞ്ഞു വന്നത് അതാണ്, ലീഗിനെ കൂടെ കൂട്ടാൻ നോക്കി നടക്കുന്നില്ല, അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞു വന്നത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ കേട്ടതാണെന്ന്. നിങ്ങളുടെ CPM-ന്റെ പാർട്ടി സെക്രട്ടറി, CPM-ന്റെ മുതിർന്ന, CPM-ന്റെ LDF-ന്റെ കൺവീനർ, ഇവരൊക്കെ ലീഗിനെ പറ്റി എന്തൊക്കെ മനോഹരമായ വാചകങ്ങൾ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നു. വന്നില്ല എന്ന് കണ്ടിട്ടും പരിഭവപ്പെടുന്നില്ല, നാളെ വരുമെന്ന് പ്രത്യാശ നിലനിർത്തുന്നു. ഇങ്ങനെയൊക്കെ പോയ ബായി ബന്ധം പോലെയൊക്കെ നിങ്ങൾ ഏകപക്ഷീയമായി അതിനെ കൊണ്ടു നടന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീ VPP മുസ്തഫ, കോൺഗ്രസിന്റെ ആശങ്കയാണ് യഥാർത്ഥത്തിൽ KP നൗഷാദ് അലി പങ്കുവെക്കുന്നത്. എനിക്ക് എന്റെ ആശങ്കയല്ല, ആ നയം ഇപ്പൊ മാറ്റിയല്ലോ. അതാണ് വസ്തുത. കാരണം ഇവിടെ നടക്കുന്ന സംഭവം നിങ്ങൾ കാണേണ്ടത്, നൗഷാദ് അലി ഒരു സെക്കൻഡ് അദ്ദേഹം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. CPM, ഞാനത് 2 തവണ സംസാരിക്കുമ്പോഴും പറഞ്ഞു, മതപുരോഹിതർ എന്നുള്ള നിലയിൽ പാണക്കാട്ടെ തങ്ങന്മാർക്ക് കൊടുക്കേണ്ട ആദരവ് എല്ലാവരും കൊടുക്കും. പക്ഷേ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള നിലയിൽ, അതുപോലെ UDF-ന്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ, മുസ്ലിം ലീഗ് നേതാക്കൾ, അത് പാണക്കാട് തങ്ങന്മാരുൾപ്പെടെ എടുക്കുന്ന സമീപനങ്ങളെ ഞങ്ങൾ നിശിതമായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ബേപ്പൂരൊക്കെ അനുഭവം പറഞ്ഞല്ലോ. പാണക്കാട് തങ്ങളുടെ അഭ്യർത്ഥന നിരസിക്കുന്ന വിധത്തിൽ, ജനം തിരസ്കരിക്കുന്ന വിധത്തിൽ അതിശക്തമായ നിലപാടും വിമർശനവും തന്നെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അത് വളരെ ശക്തമായിട്ട് തന്നെ നാട്ടിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാണക്കാട് തങ്ങന്മാരെയോ ലീഗ് നേതാക്കളെയോ ഞങ്ങളൊന്നും വിമർശിക്കാറില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ അദ്ദേഹം ഇപ്പൊ ചെന്നുപെട്ട ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ്. അതുപോലെയാണ് അദ്ദേഹം നേരത്തെ EMS-നെ കുറിച്ചും പറഞ്ഞത്. EMS രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ ആരുടെ സ്വാധീനം മൂല? EMS-ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഗാന്ധിജിയെ കണ്ടിട്ടാ. ഗാന്ധിജിയുടെ പ്രഭാവത്തിൽ സ്വാധീനം, അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാകുന്നത്. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് പ്രസിഡന്റായ KPCC-യുടെ ജനറൽ സെക്രട്ടറി EMS ആയിരുന്നു. അതുകൊണ്ട് ഗാന്ധിജി എന്തോ മഹാമോശക്കാരനാക്കി, ഗാന്ധിജിയോടൊന്നും ഒരു ആദരവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയരുത്. ഗാന്ധി ആൻഡ് ഹിസ് ഇസം എന്ന് പറഞ്ഞിട്ട് വലിയ പുസ്തകം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഗാന്ധിജിയെ കുറിച്ച് ഒരു വാചകം മാത്രമൊന്നുമല്ല EMS എഴുതിയിട്ടുള്ളത്. ഗാന്ധി ആൻഡ് ഹിസ് ഇസം എന്ന് പറഞ്ഞിട്ട് വലിയ പുസ്തകം തന്നെ EMS എഴുതിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്രം അത് EMS എഴുതിയതാ. അദ്ദേഹത്തിന് 22 or 23 വയസ്സിലുള്ളപ്പോഴാണ്, EMS-ന് 22 or 23 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രം എഴുതുന്നത്. അതുകൊണ്ട് EMS-നെ ഒക്കെ എന്തോ വലിയ ഗാന്ധി വിരുദ്ധനും അതുപോലെ നെഹ്റു വിരുദ്ധനൊന്നും ആക്കാൻ ശ്രമിക്കേണ്ട. എന്നാൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അവർ മരിച്ചു കഴിഞ്ഞപ്പോഴല്ല കേട്ടോ, ഗാന്ധിയും നെഹ്റുവും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ നിലപാടുകളോട് വിട പറഞ്ഞിട്ടാണ്, അവരുടെ നിലപാടുകളെ തള്ളി പറഞ്ഞിട്ടാണ് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായത്. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ വിമർശിച്ചിട്ടുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതൊന്നുമല്ല. ഗാന്ധിയും നെഹ്റുവും ഒക്കെ ആയിട്ട് അവരെ കണ്ട് കോൺഗ്രസ്സുകാരായി ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന ആളുകൾ ഈ EMS-ന്റെ തലമുറ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞ എന്താ, 77-ൽ ജനസംഘമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടോ? ജനസംഘത്തെ പിരിച്ചുവിട്ടു അവർ. താങ്കൾ പറഞ്ഞ LK അദ്വാനിയും ആളുകളുമെല്ലാം ജനസംഘത്തെ പിരിച്ചുവിട്ടു. ആ പാർട്ടിയെ പിരിച്ചുവിട്ടിട്ട് അവര് ജയപ്രകാശ് നാരായണന്റെയും റാം മനോഹർ ലോഹയുടെയും എല്ലാം നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയിൽ ചേർന്നു. പുതിയ പാർട്ടി ഉണ്ടായി. ആ പാർട്ടിയുമായിട്ടാണ് അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യത്തുണ്ടായ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPIM ഉൾപ്പെടെ കൈകോർത്തിട്ടുള്ളത്. നിങ്ങളുമായിട്ട് ഞങ്ങൾ കൈകോർത്തിട്ടില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ ഗാന്ധിജിയെയും നെഹ്റുവിനെയും എല്ലാം വിമർശിച്ച EMS, ആ EMS ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ വിളിച്ചത്, AKG വിളിച്ചത് പെൺ ഹിറ്റ്ലർ പറന്നു എന്നാണ്. അതായിരുന്നു ദേശാഭിമാനിയുടെ ബാനർ തലക്കെട്ടെന്ന്. അധികം വൈകാതെ നിങ്ങൾ ഈ പറഞ്ഞ ജനസംഘവുമായി ഞങ്ങൾ കൈകോർത്തു എന്ന് പറഞ്ഞ 77-ൽ കൈകോർത്തു CPM എന്ന് പറഞ്ഞ CPM കേരളത്തിൽ 80-ൽ AK ആന്റണി
ആര്യാടൻ മുഹമ്മദ്, ഉമ്മൻചാണ്ടി എല്ലാവരും ഉൾപ്പെടുന്ന കോൺഗ്രസുമായിട്ട് ആ CPM സഖ്യത്തിലായിരുന്നില്ലേ? EK നായനാർ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായത് എങ്ങനെയാ? 80-ൽ. നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ VP മുസ്തഫ, നമുക്ക് ഈ സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ലീഗിനെയും RSSും BJPയും വിലയ്ക്ക് വാങ്ങിയോ, അത്തരത്തിൽ അവരുടെ ഭീഷണിക്ക് സമ്മർദ്ദത്തിന് ലീഗ് വഴങ്ങുകയാണോ എന്നുള്ള സുദീർഘമായ ചർച്ചയാണ് ഈ 1 മണിക്കൂറിൽ നടന്നത്.